ഇല്ലീഗലായ ആളുകളെ ഇന്ത്യയിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയപ്പോൾ കയ്യിലും കാലിലും ഒക്കെ ചങ്ങലക്കിട്ടാണ് കൊണ്ടുപോയത്. അത് 60 മണിക്കൂറോളം അവരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോവുകയും ബാത്റൂമിൽ പോകാൻ പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്തു എന്നൊക്കെ അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും 54 പേരെ ഇതുപോലെ കൊണ്ടുപോയി. അവരെയും ചങ്ങലക്കിട്ടാണ് കൊണ്ടുപോയത്. അത് കൂടുതലും ഹരിയാനക്കാരായിരുന്നു. അപ്പോൾ അത് വാസ്തവം പറയാൻ നമ്മയെല്ലാം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മനുഷ്യരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല, അതുപോലെ തന്നെ ചങ്ങലക്കിടുന്ന അതിനേക്കാൾ ശരിയല്ല. പക്ഷെ അന്ന് പറഞ്ഞ ഒരു ന്യായം, ഇവരെല്ലാം പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നവരാണ്, എല്ലാം ആപ്പാടെ നിരാശ ബാധിച്ചാണ് ഇരിക്കുന്നത്. ആ അവസ്ഥയിൽ വിമാനത്തിൽ അവർ ഫ്രീ ആയിട്ടിരുന്നാൽ എന്ത് വേണേലും വിമാനത്തിൽ സംഭവിക്കാം. അവർ വിമാനത്തിലെ ക്രൂവിനെ ആക്രമിക്കാം, അല്ലെങ്കിൽ വിമാനം റാഞ്ചാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിക്കാം, എന്ത് വേണമെങ്കിലും ശ്രമിക്കാം. അതുകൊണ്ട് ഒരു സുരക്ഷാ മുന്നറിയിപ്പ് എന്നാണ് പറഞ്ഞത്. സുരക്ഷാ മുന്നറിയിപ്പാണ്. ഇപ്പോൾ കയ്യിലും കാലിലും സർവാംഗം ചങ്ങലയിടേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും കയ്യിൽ മാത്രം ചെയ്യുകയോ അല്ലെങ്കിൽ ആളുകളെ ആ സീറ്റിനോട് ചേർത്ത് എന്തെങ്കിലും ചെയ്യുകയോ അങ്ങനെയൊക്കെ മതി. പക്ഷേ ഇത് ഇന്ത്യയിലൊരു ഒരു പേടി ഉണ്ടാക്കാൻ, ഇങ്ങനെ ഇല്ലീഗലായിട്ട് വന്നാൽ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോവുക എന്ന ഒരു പേടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൂടി, ഒരു താല്പര്യം കൂടി ഈ അധികൃതർക്കുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. തീർച്ചയായിട്ടും അതായിരിക്കും ലക്ഷ്യം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ബോസ്റ്റണിൽ ചിക്കാഗോയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയൊരു വിമാനത്തിൽ എത്ര 20 ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നയാൾ, അയാൾ ഉറങ്ങിക്കിടന്ന 2 പിള്ളേരെ, 2 17 വയസ്സുകാരെ ഫോർക്ക് കൊണ്ട് കുത്തി. മെറ്റൽ ഫോർക്കാണ്. അപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള ഫോർക്ക് കൊണ്ട് കുത്തിയാൽ നല്ല രീതിയിൽ പരിക്ക് പറ്റും. വേറെയും ഒരു സ്ത്രീയെ ആക്രമിച്ചു, ക്രൂ മെമ്പറെ ആക്രമിച്ചു. ഒടുവിൽ അയാളെ വിമാനം തിരിച്ച് ബോസ്റ്റണിലേക്ക് തിരിച്ചു വിട്ട് അയാളെ അവിടെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ വിസ കാലാവധി തീർന്ന് വിസ നഷ്ടപ്പെട്ടു. അപ്പോൾ വിസ നഷ്ടപ്പെട്ട് അയാൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നിരാശ ബാധിച്ച മനുഷ്യരെന്താ കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് എതിരെ ഇതിൻ്റെ കാര്യങ്ങളാണെങ്കിലും മൊത്തത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാം ഇമേജിനെ, നമ്മുടെ എല്ലാം സുരക്ഷിതത്തെ കൂടെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനിടയിലാണ് ഈ കാലിഫോർണിയയിൽ കള്ളോ കഞ്ചാവോ എന്തോ അടിച്ച് ഒരുത്തൻ സിക്കുകാരൻ ട്രെയിലർ കൊണ്ടുപോയി മറ്റു വണ്ടികളുടെ മേൽ കയറ്റി 3 പേര് മരിച്ചത്. ഫ്ലോറിഡയിൽ 3 പേര് മരിച്ചത് വേറെ ഒരു സംഭവം. അപ്പം ഈ കാലിഫോർണിയയിൽ മരിച്ച അവനെ കോടതിയിൽ ഹാജരാക്കിയത് അവൻ്റെ തലപ്പാവ് എടുത്തു മാറ്റിയിട്ടാണ്. ഇപ്പോൾ സിക്കുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടർബൻ എന്ന് പറയുന്നത് അവരുടെ വസ്ത്രം പോലെയാണ്. അത് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആക്ഷേപകരമായൊരു കാര്യമാണ്. അതിനെതിരെ പഞ്ചാബിലെല്ലാം വലിയ പ്രതിഷേധം നടന്നിട്ട് അതിനൊന്നും വലിയ ഫലം ഇവിടെ കാണുകയില്ലെന്ന് നമുക്കറിയാം. ഈ പ്രതിഷേധങ്ങളൊന്നും ഇവിടെ ബാധിക്കാറില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇന്നിപ്പം നമ്മൾ വായിച്ചത്, കാനഡയിൽ നിന്നോ മറ്റുള്ളൊരു ട്രക്ക് ഡ്രൈവർ 70 കിലോ കൊക്കൈനുമായിട്ടാണ് ട്രക്ക് ഡ്രൈവറെ പിടിച്ചത്. അയാളുടെ ട്രക്കിൻ്റെ അകത്ത് 70 കിലോ കൊക്കൈൻ. അപ്പോൾ അങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നു, അല്ല ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന് പറയുന്നതും മൊത്തത്തിലുള്ള ആ എതിർപ്പ് ശക്തമാക്കുന്നതിന് ഉള്ള കാരണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പലതരത്തിലുള്ള ഇമിഗ്രേഷൻ മാറ്റങ്ങൾ, നിയമങ്ങൾ. നമ്മളതേപ്പറ്റിയെല്ലാം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പം പുതുതായിട്ടൊന്ന് ഈ ഫ്ലോറിഡയിൽ യൂണിവേഴ്സിറ്റികളിലൊന്നും H1B വിസയ്ക്ക് ആരെയും കൊണ്ടുവരേണ്ടതില്ല പുതുതായിട്ട് എന്നാണ് ഗവർണർ റോൺ ഡിസാൻറ്റിസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ H1B വിസയ്ക്ക് ഒരു വർഷം 65,000 എന്ന് പറഞ്ഞൊരു കോട്ട ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ കൊണ്ടുവരുന്നതിന് കോട്ടയൊന്നുമില്ല. അവർക്ക് എപ്പോൾ വേണേലും കൊണ്ടുവരാം. ആ ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഫലത്തിൽ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടേറെ പേരെ ബാധിക്കുന്നതാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. പിന്നെ ഗുണകരമായൊരു കാര്യം കണ്ടത്, ഇലക്ട്രോണിക്കായിട്ടാണ് ഇനി USCISന് നമ്മൾ ഇമിഗ്രേഷൻ്റെ പണമൊക്കെ അടയ്ക്കണമെങ്കിൽ അത് ചെക്ക് അയക്കാമെന്ന് തോന്നുന്നു. കൂടുതലും ഇലക്ട്രോണിക് ആയിട്ടാണ് അത് അടയ്ക്കേണ്ടത് പൈസ. ചെക്ക് അയക്കാൻ പറ്റില്ല. അത് ചെക്ക് ACH എന്ന് പറഞ്ഞ ആ പേയ്മെൻറ്റാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊടുത്ത്, അത് നല്ലൊരു കാര്യം തന്നെ. ആളുകൾക്ക് എളുപ്പമാണ്, അവർക്കും എളുപ്പമാണ്. അവരും കണക്കെണ്ണാനും പിടിക്കാനൊന്നും പോകേണ്ട, കാര്യങ്ങൾ പെട്ടെന്ന് കാര്യം നടക്കും. അതൊരു നല്ല കാര്യം തന്നെ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ EAD എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഡോക്യുമെൻറ്റ്, അത് ഇത്രയും കാലം ആ 1-2 തവണയൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പുതുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോ കാലാവധിക്കാണ് ഈ EAD കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 1-2 വർഷം കഴിഞ്ഞാലും അപേക്ഷയിലൊരു തീരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾ വിഷമത്തിലാവും. അങ്ങനെയുള്ള ജോലി ചെയ്യാനൊന്നും പറ്റാത്ത സ്ഥിതി വരും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ബൈഡൻ ഭരണകൂടം അത് EAD
പുതുക്കാനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പുതുക്കി അയക്കുന്നത്. അതിനുവേണ്ടി പിന്നെ അന്വേഷണമോ പിന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വിവരങ്ങൾ തിരക്കലോ അതൊന്നുമില്ല. പക്ഷേ അത് മാറ്റിയിട്ട് എല്ലാ EADക്കും ഒരുവിധപ്പെട്ട മിക്കവാറും എല്ലാ EADക്കും വീണ്ടും ഇത് പുനഃപരിശോധിക്കും. ഓരോ തവണയും അപേക്ഷിക്കുമ്പോൾ അത് പുനഃപരിശോധിച്ച് തെറ്റുകളോ കുറ്റങ്ങളോ അല്ല അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഈ പിന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന്. അപ്പം അത് സമയത്തിന് കിട്ടാൻ വേണ്ടി 6 മാസം മുമ്പ് തന്നെ ഇത് കാലാവധി തീരുന്നതിന് 6 മാസം മുമ്പ് തന്നെ അപേക്ഷിക്കാം എന്ന് USCIS പറയുന്നുണ്ട്. അതാണ് ആകെപ്പാടെയുള്ളൊരു ഗുണം. പക്ഷേ ഈ 6 മാസത്തിനുള്ളിൽ ഇത് പുതുക്കി കിട്ടിയില്ലെങ്കിൽ ജോലി ഇല്ലാതെ ഇരിക്കേണ്ടി വരും. ജോലി കുറച്ച് നാളില്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റാറ്റസ് ഔട്ടാകുന്ന സ്ഥിതി വരും. ഇങ്ങനെ ആകെപ്പാടെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക്. അതിൻ്റെ കൂടെയാണ് പിന്നെ ഉള്ളത് ഈ ഗ്രീൻ കാർഡുകാർ ഉൾപ്പെടെ ഇവിടെ ഈ വിസയിൽ വന്ന ആളുകളുടെ എല്ലാം ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും അവരുടെ ഫോട്ടോയൊക്കെ എടുക്കും, അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ ചെക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇല്ലീഗലായിട്ട് തുടരുന്നവരാണ് ധാരാളം പേര്. അവരുടെ വിസ കാലാവധി കഴിഞ്ഞാലും പിന്നെയും ഓവർ സ്റ്റേ ചെയ്യുന്നവരാണ് ധാരാളം പേര്. അങ്ങനെയാണ് ഇന്ത്യക്കാരിൽ കൂടുതലും ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉള്ളത്. അല്ലാതെ നമ്മൾ ഈ ഡോങ്കി റൂട്ടിലൂടെ വരുന്നവർ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെ ഉള്ളവരെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു വിട്ടത്. അല്ലാത്തവരെല്ലാം ഈ ഇങ്ങനെ ഓവർ സ്റ്റേ ചെയ്യുന്നവരാണ് നല്ലൊരു പങ്ക്. അപ്പോൾ അവർ തിരിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ സിസ്റ്റത്തിലൂടെ വെരിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സമയത്തിന് തിരിച്ചു പോയില്ല, പിന്നീട് കാലാവധി കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നതെങ്കിൽ, 1-2 വർഷമൊക്കെ കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നതെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് അവരെ ബാധിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു നിയമമുള്ളത് കാര്യം മറക്കണ്ട. അതായത് ഇല്ലീഗലായിട്ട് ഇവിടെ താമസിച്ചാൽ ഒരു ദിവസം എത്രയോ $1000 വെച്ചോ ഒക്കെ പിന്നെ ചാർജ് ചെയ്യാവുന്ന മറ്റൊരു നിയമമുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഇവിടെ താമസിച്ച് കുറേ നാൾ കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് പ്രശ്നം വരുമെന്ന് നമുക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഇതേപ്പറ്റി വ്യക്തമായ വിവരമില്ല. വ്യക്തമായ വിവരം കിട്ടുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള നടപടികളും ഉണ്ടായി എന്ന് വരാം. ഗ്രീൻ കാർഡ് ഉള്ളവരെ വരെ അവരുടെ ഫോട്ടോയും എടുത്ത് അവർ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇമിഗ്രൻസിനെതിരായ നടപടികളാണ് പൊതുവായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാം കരുതലോടെ ഇരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.